ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ബിജു കൃഷ്ണൻ, എ ഫുള്ളി ക്വാളിഫൈഡ് മോർഗേജ് അഡ്വൈസർ. ഞാനിവിടെ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊരു വീടെടുക്കേണ്ട ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൂടുതൽ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളൊരു ചുരുങ്ങിയ ഒരു വർഷത്തിന് മുമ്പൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട്. അപ്പം ഇവിടെ നമുക്കിപ്പോൾ ഒരു ഡെപ്പോസിറ്റിന് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതുക. പലപ്പോഴും നമ്മൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചിട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിലേക്കൂടിയുള്ള പൈസയൊക്കെ എടുക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ UK ലീഗലല്ല. അതുകൊണ്ട് ചിട്ടിയിലൊക്കെ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. ഇനി അഥവാ നിങ്ങൾ ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രാക്ടീസാണ് നിങ്ങൾ ആ പൈസ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചെടുത്തിട്ടായി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് ടൈം ISAയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് ടൈം ISAനെ കുറിച്ച് പറയാനുള്ള ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഞാൻ എടുത്തിട്ടില്ല. ഞാനിതൊരു നിങ്ങൾക്കൊരു അഡ്വൈസ് നിലയ്ക്കോ കാര്യങ്ങളോ അല്ല, എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങളത് കേട്ട് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നി നിങ്ങളുടെ സെൽഫ് ഒരു സ്റ്റഡിയും കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ലൈഫ് ടൈം ISA തുടങ്ങി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പല ബാക്കപ്പ് സ്കീമുകൾ അതിനകത്തുണ്ട്. അതായത് നമ്മൾ ഒരു വർഷം നമുക്ക് 4000 പൗണ്ട് വരെ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ 18 വയസ്സിനും നമ്മൾ 39 വയസ്സ് നടുവിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾക്കത് നമ്മൾ ഈ ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺ വേണം, PR വേണമെന്നില്ല, നമ്മളെ വിസയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും വരെ ചെയ്യാൻ പറ്റും. നമ്മൾ 4000 പൗണ്ട് സേവ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് അതിൻ്റെ അകത്ത് അവരെ ബോണസ് സ്കീമായിട്ട് 1000 പൗണ്ട്, അതായത് 25% ഗവൺമെൻറ് ബോണസ് സ്കീമായിട്ട് അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2026 ഫെബ്രുവരി മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മാർച്ച് അവസാനം, സാധാരണ ഇവിടുത്തെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് നമുക്ക് ഏപ്രിൽ 5 വരെയാണ്. അതായത് ഏപ്രിൽ 5 മുമ്പേ നമ്മൾ ഈ ലൈഫ് ടൈം ISA ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് 4000 പൗണ്ട് നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും 2 പേർക്കും ഉണ്ടെങ്കിൽ 4 രൂപ വെച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അടുത്ത ഏകദേശം ഒരു 4 തൊട്ട് 5 6 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ 1000 പൗണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ അക്കൗണ്ട് വന്നിട്ട് കാണാൻ പറ്റും. പക്ഷേ ലൈഫ് ടൈം ISAക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തുടങ്ങിയിട്ട് 12 മാസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് പൈസ നിങ്ങൾ വീടെടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഏപ്രിൽ ഫൈനാൻഷ്യൽ ഇയറിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് അടുത്ത ഒരു 1.5 മാസം കൊണ്ട് തന്നെ നിങ്ങൾ 4000 പൗണ്ട് ഭാര്യയും ഭർത്താവ് 8 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് 2000 പൗണ്ട് നിങ്ങളുടെ എക്സ്ട്രാ ബോണസ് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട്. അതായത് ഏപ്രിൽ 6 തൊട്ട് 2026 ഏപ്രിൽ 6 തൊട്ട് 2027 ഏപ്രിൽ 5 വരെ ഉള്ളതിനെയാണ്, അടുത്ത ആ 12 മാസത്തിനെയാണ് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് നമ്മൾ കൂട്ടുന്നത്. ആ ഫൈനാൻഷ്യൽ ഇയറിൽ വീണ്ടും നിങ്ങൾക്ക് 4000 പൗണ്ട് വെച്ച് നിങ്ങൾക്ക് വീണ്ടും ആ 12 മാസം കൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ എന്താ, വീണ്ടും നിങ്ങളത് 4 8 രൂപയായി. ആദ്യത്തെ ഈ വർഷത്തെ 4 അടുത്ത വർഷം 4 കൂടെ 8ആയി. 8ന് നിങ്ങൾക്ക് 1000 പൗണ്ട് വീണ്ടും അവിടെ നിങ്ങളെ ബോണസ് വന്നു. ഇനി 2027 ഏപ്രിൽ മാസം, നമ്മൾ ഏപ്രിൽ 6 കഴിഞ്ഞു, പിന്നീട് പുതിയൊരു ഫൈനാൻഷ്യൽ ഇയർ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഫൈനാൻഷ്യൽ ഇയറിൽ വീണ്ടും നിങ്ങൾ ഒരു 4000 പൗണ്ട് നിങ്ങൾ 2 പേരും കൂടി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അതായത് ഏകദേശം ഒരു 14 മാസം കൊണ്ട് നിങ്ങൾ 4 4 8 4 12 ഭർത്താവും സേവ് ചെയ്യുന്നു, ഭാര്യ 4 4 8 4 12, അങ്ങനെ 24,000 പൗണ്ട് നിങ്ങൾ സേവ് ചെയ്തു എന്ന് കരുതുക. അപ്പം 6000 പൗണ്ടാണ് ഗവൺമെൻറ് നിങ്ങൾക്ക് ബോണസായിട്ട് അവിടെ തരുന്നത്. അതുകൂടാതെ വേറെ ചെറിയ ബോണസ് കൂടിയുണ്ട്. അത് കൂട്ടാതെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 15 മാസം കൊണ്ട് നമ്മൾക്ക് ലൈഫ് ടൈം ISAൻ്റെ ഏറ്റവും മാക്സിമം ബെനിഫിറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 15 മാസം കഴിഞ്ഞുകൊണ്ട് ലൈഫ് ടൈം ISAൻ്റെ സ്കീമുണ്ട്, 12 മാസം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന്, അത് നിങ്ങൾക്ക് തടസ്സമില്ല. അപ്പോൾ അഥവാ ഏപ്രിലിൽ നിങ്ങൾ പൈസ ഇട്ടെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 4 ആഴ്ച തൊട്ട് 6 ആഴ്ചക്കുള്ളിൽ മോസ്റ്റ്ലി നിങ്ങളെ ബോണസ് വരും. അപ്പോൾ ഏപ്രിലിൽ തന്നെ നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ മെയ് ഏകദേശം ഒരു പകുതി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോണസ് എല്ലാം വന്നിട്ടുണ്ടാവും. അടുത്ത 2027 മെയ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ 30,000 പൗണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് നല്ലൊരു വീട്ടിലേക്കുള്ള ഡെപ്പോസിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വീടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീടെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 0785 9999 893. ഞാൻ നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, 0785 9999 893. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.